ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാലു ലച്ചു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. ഞാൻ ഈ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പം ഞാനിന്ന് തൃശ്ശൂരിലെ കുറേ സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. അതെല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് അറിയാവുന്നതാണല്ലോ, ഫോണൊന്നും അലോഡ് അല്ലല്ലോ. അപ്പോൾ ഫോണും ലഗേജൊക്കെ ക്ലോക്ക് റൂമിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ കയറി ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതു. അപ്പൊ നിങ്ങൾ താമരക്കണ്ണനെ കണ്ട് തൊഴുവാൻ മറക്കരുത് കേട്ടോ. അവിടെ ഒരു സ്പോട്ടിൽ താമരക്കണ്ണൻ ഇരിപ്പുണ്ട്, അത് മറക്കരുതേ. അങ്ങനെ തൊഴുത് ഇറങ്ങി. ഇത് അമ്പലക്കുളം കേട്ടോ. ഇതിന്റെ ബാക്കിലാണ് ഇതിന്റെ ക്യൂബ് ഉള്ള അന്നദാനത്തിന്റെ. പക്ഷെ അന്നദാനത്തിനൊക്കെ ഭയങ്കര തിരക്ക്, അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും കയറിയില്ല. ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭൂരി കഴിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് പർച്ചേസിങ് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പല കടകളിലും തിരക്കി ഓരോ സാധനത്തിന്റെ വില. പക്ഷെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയതാ ഈ കടയുടെ കേട്ടോ. 450 ഏതാ? ഇതെല്ലാം 450 550 അല്ലേ? ഈ ഗുരുവായൂരപ്പൻ്റെ ഈ ഫുഡ് വെച്ചിട്ടുണ്ടാകുമ്പോൾ 750 രൂപയുണ്ട്, അതിൻ്റെ 1350 രൂപ. പിന്നെ മറ്റുള്ള കടകളെ അപേക്ഷിച്ചാണ് കട വില കുറവാ സാധനങ്ങൾ. ഞങ്ങൾ ഇതാണ് എല്ലാരും കൂടെ വരണം. ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ രഞ്ജു? അല്ലേ? ഈ വലിയ കൃഷ്ണനൊക്കെ എങ്ങനെ വില? ഈ വലിയ കൃഷ്ണനൊക്കെ എങ്ങനെ വില? 1500. ഇതിനൊക്കെ 1500 രൂപ. ഇതാ അതേ വിലയാണോ? ഉണ്ണിക്കണ്ണ 2500 2500 അങ്ങനെ 220 വരെ 60 250. പിന്നെ 200 ഈ ഫ്രെയിം ഇട്ടുള്ളത് ഗ്ലാസിൻ്റെ 280 150 70. അങ്ങനെ ഈ കൃഷ്ണന്മാർ വില കൂടുതലാണ് കേട്ടോ. ഇത് ഫൈബറിൻ്റെ ആണ്. 2800 2200 3500 ഫൈബർ. അതിൻ്റെ പുറത്തേക്കുന്ന വൈറ്റ് സിമെന്റ് പൾപ്പും ചേർന്നതാണ് 1250. ഏതാ ഈ അർജുനന്റെ? ബുദ്ധയാ? 1470 5800 5300. കുഞ്ഞാകൃഷ്ണല്ലേ? ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ്. ഇത് പടിഞ്ഞാറേ നട അല്ലേണ? പടിഞ്ഞാറേ നട ശാന്തി. ഗുരുവായൂർ പോയാൽ ഗുരുവായൂർ പപ്പടം മേടിക്കാത്തവരാരും ഇല്ലല്ലോ. പല തരത്തിലും പല ഷേപ്പിലും പല ടേസ്റ്റിലും ആണല്ലോ പപ്പടം. അങ്ങനെ ഞങ്ങൾ മേടിച്ചു കേട്ടോ ഗുരുവായൂർ പപ്പടം. പിന്നെ കുറച്ച് മുറുക്കും അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ആനക്കൊട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ ഗുരുവായൂർ കേശവന്റെ സ്റ്റാച്യു ഉണ്ടോ. ഞങ്ങളുടെ കൂടെ എൻ്റെ ബ്രദറിന്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു, തൃശ്ശൂർക്കാരനാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കണേ. സ്റ്റോറി ഞാൻ പറഞ്ഞോ. അങ്ങനെ ഗുരുവായൂർ ഏകാദശി അന്ന് കേശവനെ ചുറ്റും മതപ്പാടില്ലാത്ത ആനകൾ കംപ്ലീറ്റ് ഇവിടെ വരും, നിരന്ന് നിന്ന്. എന്നിട്ട് അവിടുത്തെ വലിയ ആന ഉണ്ടാവും, അത് മാല ചാർത്തി കൊടുക്കും കേശവന്. ആനക്കൊട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു കേട്ടോ. അവിടെയായിരുന്നു ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നത്. ഇവരെല്ലാവരും മസ്കറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഇവരിവിടെ വെക്കേഷന് വന്നത് കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ കയറി ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ട്രീറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പ്യൂർ വെജ് ആയിരുന്നു കേട്ടോ. മിക്സിങ് വരുന്നുണ്ടല്ലേ? അത് മുഖത്ത് കയ്യിൽ വരുമ്പോ മുഖത്തോട്ട് എക്സ്പ്രഷൻ വരുന്നതാ. ഓ സൂപ്പർ സൂപ്പർ. അതല്ല, കയ്യിലെ ആ ഒരു ഫീല് വരുന്നുണ്ടോ? ചെയ്തു പോസിറ്റീവ് എനർജി ഇല്ലേ? ഇത് ഒറിജിനൽ അതല്ലേ? മ്യൂസിക് വരുന്നില്ലേ? ഈ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുമ്പോ എന്തോന്ന് അറിയാൻ പറ്റത്തില്ല. വരുമ്പോ മ്യൂസിക് ഒന്നും കാണത്തില്ല. ഇത് ഗോവയിൽ നിന്ന് മേടിച്ചതാ അല്ലേ? ഒരുപാട് സ്പീഡിൽ പോകുന്നു.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളി വീടായിരുന്നു. ഒരുപാട് ആൻറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആൻറ്റി കളക്ഷൻസിന്റെ ഒരു ഹോൾസെയിൽ കട തൃശ്ശൂരിലുണ്ട് കേട്ടോ. ഭയങ്കര വിലക്കുറവാണ് എല്ലാത്തിനും. ഗുരുവായൂർ എവിടെയായിട്ട് വരും? ആണോ? ഹോൾസെയിൽ അല്ലേ? അങ്ങനെ ആനക്കൊട്ടിലെത്തി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണമായിരുന്നു. അഡൽസിന് 20 കുട്ടികൾക്ക് 10 അങ്ങനെയായിരുന്നു ടിക്കറ്റ് നിരക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് ആനകളൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം. ഓക്കെ. ഏതാ വടക്കം വീരഗാഥയല്ലേ സിനിമ പിടിച്ച? ഇല്ല, ഗുരുവായൂർ കേശവന് അതിനകത്തൊക്കെ പിടിച്ച ഒരു ആനയെ കുളിപ്പിക്കുന്ന കുളം. ആന ഏറ്റവും വെയിറ്റ് കൂടിയ ആന നന്ദൻ. അതെ, തിന്നെയാ. മൊത്തം 38 ആനയാണ്. ഇവര് സുന്ദരനായിട്ട് ഇരിക്കുന്നില്ലേ? പേരാണ് ഇവർക്കെല്ലാം. പേരറിയത്തില്ലല്ലോ. അങ്ങനെ ആനകളെയൊക്കെ നടന്ന് കണ്ട് കുഴഞ്ഞു വന്നപ്പോഴത്തേക്ക് ക്ഷീണം മാറ്റാനായിട്ട് 2 കോൺ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഫ്രഷായി. പിന്നെ ഞങ്ങൾ നേരെ പോയതാണ് ഈ പള്ളിയിലേക്കാട്ട. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേണ്ട. ക്രിസ്ത്യനും ഹിന്ദുവും വിശുദ്ധ തോമസ് ലിഹ നിർമ്മിച്ച പാലയൂർ പള്ളിയായത് കേട്ടോ. ഇതൊരു ഗോപുരം, പിന്നെ ഇത് പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഇല്ലം പോലെ ഒന്ന്, പിന്നെ ഇത് ഫ്രണ്ട് പോർഷനെ. അപ്പം ഇത് AD 52 തോമസ് ലിഹ നിർമ്മിച്ച പള്ളിയാണിത് കേട്ടോ. 7 പള്ളികളിൽ ഒരു പള്ളിയാണിത്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബോട്ടുകളോ. ഇത് അവിടുത്തെ മ്യൂസിയം. ഇത് പക്ഷേ മ്യൂസിയം പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഈ പുഴയിൽ ഇവിടെ ഒരു പുഴയുണ്ട്. ഈ പുഴ കടന്നാണ് തോമസ് ലിഹ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ഇതിനൊരു ഐതിഹ്യമുണ്ട്. പണ്ട് പുഴയാണ്. അപ്പൊ അതിലെ ആള് ഈ ബോട്ടിലാണ് വന്നത്. ഈ ബോട്ടിലല്ലേ? ഈ ബോട്ടിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ പടിപടി ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മളെ നമ്പൂരിയക്കന്മാരില്ലേ, അവര് വെള്ളം മുകളിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ അത് ശ്ലോകം ചൊല്ലി ഇതാക്കും. അപ്പൊ പുള്ളി വന്നിട്ട് ചോദിച്ചു, ഈ വെള്ളം നിങ്ങൾ മുകളിൽ കയറിയല്ലേ, നിങ്ങളുടെ ദൈവത്തിന് ശക്തി അത് അവിടെ നിർത്താൻ പറ്റുമെന്ന്. അപ്പൊ അവര് പറഞ്ഞു നിർത്താൻ പറ്റാം. അങ്ങനെ ആള് പറഞ്ഞു എനിക്ക് അതിന്റെ ശക്തിയുണ്ട്, ഞാൻ യേശുദേവൻ അയച്ചു വന്ന ആളാണ്. അപ്പൊ ഞാൻ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ വെച്ചു. അപ്പൊ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രതിഫലം തരാൻ. അപ്പം പ്രതിഫലം വേണ്ട, ഞാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, അത് ചെയ്യണമെന്നാണ്. അങ്ങനെ മൂപ്പർ അവിടെ നിർത്തിച്ചു. അങ്ങനെ പകുതി ആൾക്കാർ കൺവേർട്ട് ചെയ്തായി, പകുതി ആൾക്കാർ ഇവിടെ നിന്ന് ഓടിപ്പോയി ഗുരുവായൂർ ഭാഗത്ത്. അതായത് ഇങ്ങനെ മുസ്ലിങ്ങളും അല്ല ക്രിസ്ത്യൻസും ഹിന്ദുവായിരുന്നു. ഇതാണ് വിശുദ്ധ തോമസ് ലിഹ വന്നിറങ്ങിയ ബോട്ട്. ഇത് പണ്ട് പുഴയായിരുന്നു സഞ്ചാരമാർഗമുള്ള, പിന്നെ അത് വറ്റിയൊരു കുളവായി മാറിയിട്ട് അതാണ് ഇവിടെ ബോട്ട് കുളം എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന പ്രതിമ വിശുദ്ധ തോമസ് ലിഹയുടെ പ്രതിമയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ. ഇതിന് 45 അടി ഉയരമുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അവിടെ ബോട്ടിൽ എഴുതി സ്ഥാപിച്ചിട്ടുണ്ട്, അവിടുത്തെ കഥകളെല്ലാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ടത് തൃപ്രയാർ ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. തൃപ്രയാർ അപ്പൻ്റെ അടുത്ത് അവിടുത്തെ പ്രധാന വഴിപാടാണ് മീനൂട്ട്. ഇത് ഒരെണ്ണത്തിന് 10 രൂപ കേട്ടോ. അത് നമ്മൾ മേടിച്ച് മീനിട്ട് കൊടുക്കും ഭക്തജനങ്ങളൊക്കെ. ഇതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. വടക്കുന്നാഥ ക്ഷേത്രത്തിനടുത്തുള്ള ഗുരുകൃപ ഹെറിറ്റേജ് ആട്ടോ ഞങ്ങൾ തങ്ങാനായിട്ട് തിരഞ്ഞെടുത്തത്.
നല്ലൊരു ആംബിയൻസ്, ഒരുപാട് വർക്കൊക്കെ ചെയ്ത ഒരു ഹെറിറ്റേജ് ആയിരുന്നു കേട്ടോ. തടിപ്പണികളൊക്കെ ഭയങ്കരമായിട്ടുള്ള തടിപ്പണികളൊക്കെ ആയിരുന്നു, മൊത്തം തടി കൊണ്ടുള്ള ആർട്ട് വർക്കായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടുത്തെ സ്പെഷ്യൽ തൈര് വട ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ ഇടിയപ്പവും സ്റ്റൂ കറിയൊക്കെ ആയിരുന്നു. തൈര് വട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നടന്നു പോകുന്ന ദൂരം ഉള്ളായിരുന്നു കേട്ടോ, വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക്. ഞങ്ങൾ ഇറങ്ങുന്ന നേരം അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ അന്നദാനത്തിന്. എന്തായാലും അന്നദാനം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്കിനി കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. വടക്കുന്നാഥ അപ്പൻ്റെ അവിടെ നിന്ന് അന്നദാനം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ എത്ര നേരം വേണ്ടി ക്യൂ നിന്ന് അന്നദാനം കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ആഹാരമായിരുന്നു കേട്ടോ, വിഭവസമൃദ്ധമായ ഒരു സദ്യയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് റൂമിൽ വന്ന് ആ റൂം വെക്കേറ്റ് ചെയ്തു. നമ്മോടൊപ്പം വന്ന് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിലെ ഷാജിയുടെ മോളായത് കേട്ടോ. ഷാജിയുടെ വീട്ടിൽ ഞങ്ങൾ കയറി കുറച്ച് ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ശോഭ സിറ്റിയിലേക്കാണ്. ആൽക്കാസിൻ്റെ വീടുണ്ട്. ഇതാണ് ശോഭ സിറ്റി മോള്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2015 ഏകദേശം 4.7 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് AC ആണ്. ഇനോക്സ് ലക്ഷൻ ലിമിറ്റഡിൻ്റെ 6 സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സുമുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ അധികം അവിടുന്ന് മേടിച്ചൊന്നുമില്ല, പർച്ചേസ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നെല്ലാം കണ്ടു. ഇത് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ ഫാത്തിമ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ചിട്ട് നമ്മൾ കയറിയ വഴിയില്ല, അവിടുന്ന് ഓപ്പോസിറ്റുള്ള വഴിയിൽ കൂടെ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വൈസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ലേക്ക് മനുഷ്യനിർമ്മിതമാണ്. നമ്മുടെ കേരളത്തിലെ ദുബായ് എന്ന് വേണം പറയാം കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇത് കാർ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഡബിൾ പാർക്കിംഗ്, മേളിലും താഴെയും പാർക്ക് ചെയ്യാം കേട്ടോ. ഇതുണ്ട്, ഇതിനകത്ത് കാർ കയറ്റി ഇടുമ്പം കാർ പൊങ്ങി മേളിൽ പാർക്ക് ചെയ്യും, അങ്ങനെയാണ്. ഇവിടെ ഡബിൾ പാർക്കിംഗ് ആണ്. ഇവിടെ എല്ലാ മാൻഷൻസും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ജോയി ആലുക്കാസിൻ്റെ ഉണ്ട്, കല്യാൺ സിൽക്സിൻ്റെ ഉണ്ട്. ബോച്ചയുടേത് വില്ല നമ്പർ 16 ആണ്. അവിടെ നിന്ന് അങ്ങോട്ടൊന്നും നമ്മളെ കയറ്റി വിടുത്തതേ ഇല്ല. അപ്പം ഞങ്ങൾ ചുമ്മാതെ അതിലേക്കൂടെ ഒന്ന് പതുക്കെ എല്ലാം ഒന്ന് പയ്യെ ജോയി ആലുക്കാസ് ഗാർഡൻ അങ്ങനെ എല്ലാം ഒന്ന് പയ്യെ ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ലെങ്തായി പോയല്ലേ. അപ്പോൾ തൃശ്ശൂരിൽ കണ്ട കുറേ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റാ. നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ശരി, ഓക്കെ.